സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 110 മീറ്റർ ഹഡിൽസിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ഫസലുൽ ഹക്ക്. ഇനി ലക്ഷ്യം ഒഡീഷയിൽ നടക്കുന്ന ദേശീയ മീറ്റിലും ആ സ്വർണ്ണ പതക്കം തന്നെയാണ്. ഉറച്ച നിശ്ചയദാർഢ്യവുമായി ഫസലുൽ തയ്യാറാണ്. എന്നാൽ ഈ യുവതാരത്തിന് പ്രതിസന്ധികൾ ആശങ്കയാവുകയാണ്. ഒഡീഷയിൽ നടക്കുന്ന മീറ്റിൽ പങ്കെടുക്കാനുള്ള ചിലവാണ് വെല്ലുവിളി. സ്വന്തം പണം കണ്ടെത്തിയാണ് സംസ്ഥാന മീറ്റിൽ പങ്കെടുത്തത്. ഇനി എങ്ങനെയെന്ന ചോദ്യമാണ് മത്സ്യത്തൊഴിലാളിയായ ഫസലുവിന്റെ പിതാവിന്റെ മുന്നിൽ ഉൾപ്പെടെ ഉയർന്നു നിൽക്കുന്നത്. അന്ന് നേരിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. അപ്പം അതിനൊക്കെ മറികടന്നു പോകാൻ സാമ്പത്തികപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 110 മീറ്റർ ഹർഡിൽസിൽ സംസ്ഥാന മീറ്റിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ഫസലുൽ ഹക്കായിരുന്നു പ്രതിസന്ധി നേരിട്ടത്. ദേശീയ മീറ്റിൽ പങ്കെടുക്കാൻ വിമാനയാത്ര ഉൾപ്പെടെയുള്ള ചിലവുകൾ വെല്ലുവിളിയായതോടെ ഭാവി ത്രിശങ്കുവിലായി. ഇതോടെയാണ് മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഫസലുൽ ഹക്കിന് സഹായവുമായി താനൂരിലെ കൂട്ടായ്മയായ സീമൻസ് ക്ലബ്ബ് രംഗത്തെത്തിയത്. വിമാനയാത്രയ്ക്കുൾപ്പെടെയുള്ള ചെലവിനുള്ള തുക കുടുംബത്തിന് കൈമാറി. മാതൃഭൂമിയിൽ ഇങ്ങനെ ഒരു വാർത്ത വരികയും ആ വാർത്ത ഇവിടുത്തെ പഴയകാല ഫുട്ബോൾ ടീമായ സീമൻസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ബന്ധപ്പെട്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം ഫസലുൽ ഹക്കിന് നൽകാമെന്ന് പറയുകയും ചെയ്തു. ആ ഒരു സഹായമാണ് ഇന്നിവിടെ നൽകപ്പെട്ടത്. ഫസലുൽ ഹക്കിന്റെ വലിയൊരു സ്വപ്നത്തിനൊരു കൈത്താങ്ങായിട്ടാണ് സീമൻസ് ക്ലബ്ബ് ഇന്ന് മാറിയിട്ടുള്ളത്. ദേശീയ മീറ്റിലും സ്വർണ്ണ മെഡലുമായി ഫസലുൽ ഹക്ക് മടങ്ങിയെത്തട്ടെ എന്നാണ് നാടിന്റെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.